അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല പെരുമാറ്റവും വിനയവും താഴ്മയുമൊക്കെ. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നും ഇത് തന്നെയാണ്. അതെല്ലാം മേളിച്ച ഒരു അസാധാരണ വ്യക്തിത്വത്തിനുടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിയോരത്തിൽ ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, മദീനയിലെ തെരുവോരങ്ങളിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ, വഫി അഖ്ലിഹാ ഷൈഉൻ, ബുദ്ധിക്ക് ചെറിയൊരു തകരാറുണ്ട് ആ സ്ത്രീക്ക്. ആ സ്ത്രീ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരാവശ്യം ഉന്നയിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നീ മദീനയുടെ ഏത് തെരുവോരത്തിലിരിക്കുന്ന സ്ത്രീയാണെങ്കിലും നീ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്നുകൊണ്ട് നീ ഇരിക്കുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം എന്ന് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തിൻ്റെ നേതാവാണ് പറയുന്നത്. സാധാരണയായ ഒരു സ്ത്രീ വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് പെരുമാറുന്നതൊന്നും നിങ്ങൾ നോക്കൂ. ഈ രൂപത്തിലുള്ള പെരുമാറ്റമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പല യാചകരും സാധാരണക്കാരും എല്ലാവരും വന്ന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കുക പോലും ചെയ്യാതെ അത്രയും സൂക്ഷ്മതയോടുകൂടെ അത് കേട്ടിരുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയും ചെയ്തിരുന്നു മുത്തുനബി തങ്ങൾ. പലപ്പോഴായിട്ട് സലാം പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ കൈ പിടിച്ച് വരുന്ന ഒരാൾ, അയാൾ ആ കൈ വലിക്കുന്നത് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിടുത്തം തന്നെ വിടാറില്ലായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ആ രൂപത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു തെറ്റുപോലും മുത്തുനബിയുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടാകില്ല. ആ ഒരു ജീവിതമാണ് നമുക്കും വേണ്ടത്. ആ ഒരു പെരുമാറ്റമാണ് നമ്മുടെ ജീവിതത്തിലും നാം എല്ലാവരും പകർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.